ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഇതാരെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നമ്മുടെ ആഷ്മിയാന്നേ. കാണാനൊരു കണ്ണാപ്പി ലുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒടുക്കത്തെ വെയിലാണ്, അതുകൊണ്ട് അവൾ വെച്ചതാണ്. ചുമ്മാ ഷോക്ക് വെച്ചതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഡ്രസ്സ് എടുക്കലാണ് ഗൈസ്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ കുറേ എണ്ണം നോക്കി, പക്ഷേ ഫസ്റ്റ് ഞാൻ വൈറ്റ് കണ്ടില്ല, അതെനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ഇട്ട് നോക്കി, അപ്പോൾ ഓക്കെയാണ്. ഞാൻ പിന്നെ ഇന്നിട്ടാലും മേച്ചാണ്, എന്ത് ചെയ്യാനോ. പക്ഷേ ഞാനത് എടുത്തില്ല, അതിൻ്റെ ക്ലോത്ത് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര തിന്നായിട്ട് വരുന്നത് ക്ലോത്ത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകണം. അവിടെയും കുറച്ചൊക്കെ നോക്കി, പക്ഷെ അങ്ങോട്ട് മനസ്സിനങ്ങോട്ട് തൃപ്തിയാവുന്നില്ലാന്നേ. പിന്നെ നോക്കുമ്പോൾ ഇതാ പിന്നെയും വൈറ്റ്. പിന്നെ വൈറ്റ് തന്നെ അങ്ങ് എടുത്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചത്, പിന്നെ വേണ്ടാന്ന് വെച്ചു. ചേച്ചിയൊക്കെ ഇപ്പം എടുത്തിൻ്റെ എറിയും, എന്ത് ചെയ്യാനോ ചേച്ചി, വല്ലതും ഇഷ്ടപ്പെട്ടേ. പിന്നെ അത് ഈ ഒരു ഇത് നോക്കിയാൽ, പക്ഷെ അത് എനിക്കവിടെ മനസ്സിനൊരു തൃപ്തി വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ മോഡേൺ ആയാലോ, നമ്മൾ ഒന്ന് ജീൻസും ടോപ്പിലും പിടിച്ചാലോ എന്ന് വിചാരിച്ചു. ഭയങ്കര കൺഫ്യൂഷനാണ്, നാടേൺ ആവണോ മോഡേൺ ആവണോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നാടേൺ തന്നെ മതി. അങ്ങനെ ഈ ഷോപ്പിൽ കയറി അവിടെ പോയപ്പോൾ എൻ്റെ കിളി പോയി ഗായ്സ്. കാരണം ഓരോതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 7500, 5500. അയ്യോ, പണം അതെനിക്കൊരു വിഷയമല്ല, എനിക്ക് ഇഷ്ടപ്പെടായിട്ടാണ്. നമ്മൾ പിന്നെ പണ്ടേ അംബാനീൻ്റെ വകയിലൊരു കുടുംബക്കാരായതുകൊണ്ട് പണം അതെനിക്ക് വിഷയമല്ല, സംഭവം എനിക്ക് ഇഷ്ടപ്പെടായിട്ടാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. അയ്യോ, ഡോർമ തന്നെ അതൊക്കെ തള്ളുക, ഞാൻ തള്ളിയെന്നല്ല കേട്ടോ, വേണേൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെ വേറൊരു ഷോപ്പിൽ കയറി, അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ വിശന്ന് കുഴങ്ങി. അങ്ങനെയും ഞങ്ങൾ കുഴങ്ങിയിട്ടും താമരശ്ശേരി എത്രയോ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഉണ്ടായിട്ടും നമ്മൾ നമ്മുടെ ഈങ്ങാപ്പുഴയുള്ള സ്കൈലാർക്ക് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വരണമെങ്കിൽ ഇവിടുത്തെ റേഞ്ച് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ ഫാനാണ്, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അമ്മാതിരി ഫുഡാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഇവരായിട്ട് കുറച്ച് കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവരൊക്കെ നമ്മളെ ഫാൻസാണ്, കേട്ടെ. അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഹാൻഡ് വാഷൊക്കെ ചെയ്ത് ഇതേ ഓർഡർ ചെയ്യാൻ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ മന്തി ഫാനാണ്. അയ്യോ, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല, അമ്മാതിരി ടേസ്റ്റാണ്. ഞങ്ങൾ അൽഫാം പെരി പെരി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കണ്ടോ, അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, അതിൻ്റെ ആ മസാലയൊക്കെ ഉണ്ട്, എൻ്റെ സാറേ സ്വർഗം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്കൈലാർക്കിനെ വെല്ലാൻ ആരും ഇല്ല എന്നാണ് ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് ആയാലും സർവീസ് ആയാലും എല്ലാം പൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും അതിന് മനസ്സിനൊരു സംതൃപ്തി വേണം കഴിക്കുമ്പോൾ. ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. അങ്ങനെ ഇതേ അവിടെ ഒരു കുഞ്ഞുവാവനെ കണ്ട് അവനെയും കളിപ്പിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ. അവിടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് മാത്രമല്ല, വെറൈറ്റി ദോശകൾ, ജ്യൂസ്, ബർഗർ, ടീ, സ്നാക്സ്, ഷവർമ, ഗ്രിൽ, അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഈങ്ങാപ്പുഴയാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട്. അങ്ങനെ അവസാനം നമുക്ക് ഈങ്ങാപ്പുഴ എന്നൊരു ഡ്രസ്സ് കിട്ടി ഗൈസ്. പക്ഷേ എനിക്കത് മനസ്സിന് സംതൃപ്തി ആയിട്ടില്ല, എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വാങ്ങി. അപ്പോൾ ശരി, ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ പിന്നെ വരാം. ഓക്കെ, ടാറ്റാ.